ഏറെ നാളുകളായിട്ട് അദാനിയുടെ നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിൽ കുടുങ്ങിയ ഒരു വിമാനമാണ് ബ്രിട്ടീഷ് റോയൽ നേവിയുടെ F-35 ശ്രേണിയിൽപ്പെട്ട ഒരു ഫൈറ്റർ ജെറ്റ് വിമാനം. കുറേ നാളുകളായിട്ട് ഇവിടെ കിടക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ OLX വരെ ഇത് ഇട്ട ചരിത്രമുണ്ട്. നിരവധി കമൻറ്റുകളും ട്രോളുകളുമാണ്. ഈവൻ നമ്മുടെ ടൂറിസം വകുപ്പ് പോലും ഇതെടുത്ത് ഇതിൻ്റെ പിക്ചറൊക്കെ എടുത്തിട്ട് വലിയ പരസ്യത്തേറ്റം കൊടുത്തിരിക്കുകയാണ് ടൂറിസം വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം ഇവിടെ കേരളത്തിൽ വരുന്നവർ പോകില്ല എന്നുള്ള മട്ടിലൊക്കെ. എന്തായാലും ഈ F-35 വിമാനം ഒരുപക്ഷെ ബ്രിട്ടൻകാർക്ക് അറിയത്തില്ലെങ്കിലും ഇംഗ്ലണ്ടുകാർക്ക് അറിയത്തില്ലെങ്കിലും അമേരിക്കക്കാർക്ക് അറിയത്തില്ല. ഇപ്പം കേരളത്തിലെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും ഇപ്പം ഈ F-35 എന്ന ഈ വിമാനത്തെ പറ്റിയാണ് കൂടുതൽ ചർച്ചകൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇടയ്ക്ക് ഇവർ ഈ F-35 ഇത് നമ്മുടെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യിക്കാൻ വേണ്ടുന്നുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുത്തു. ആദ്യം പറഞ്ഞിരുന്നത് ഇതിൻ്റെ ഇന്ധനം നഷ്ടപ്പെട്ടു, ഇന്ധനം ചോർന്നു അല്ലെങ്കിൽ ഇന്ധനം ഇല്ല, അതിനാലാണ് ഇന്ധനം നിറച്ചതിന് ശേഷം ഇത് പറത്തും എന്നൊക്കെ ഉള്ള വിത്തിൻ മണിക്കൂറിനകത്ത് ഇത് പോകും എന്നുള്ള തരത്തിൽ വന്നത്. പക്ഷെ പിന്നീട് അതിൻ്റെ സാങ്കേതിക വിദ്യയിലുള്ള തകരാറാണെന്ന് പറയുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവർക്കത് പരിഹരിക്കാൻ പറ്റാതെ തന്നെ എഞ്ചിനീയറും അതിൻ്റെ പൈലറ്റും കോ പൈലറ്റും ഒക്കെ തിരികെ പോവുകയും ഇത് മറ്റാരെയും തൊടിയിക്കാൻ പറ്റാത്ത തരത്തിൽ അത് അവിടെ കിടക്കുകയും ചെയ്യുമായിരുന്നു. പിന്നീട് അവർ ഈ പറഞ്ഞോണം ഒന്ന് നയമൊക്കെ മാറ്റി ഒന്ന് മസിലൊക്കെ വിട്ട് കുറച്ച് വന്നിട്ട് ഇത് തിരിച്ച് ഈ പറഞ്ഞോണം സുരക്ഷിത കവചങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടുന്ന് എനിക്ക് തോന്നുന്നു 10-40 പേരടങ്ങുന്ന ഒരു സംഘം വന്ന് ഇത് പരിശോധിച്ച് കൊണ്ടുപോകുമെന്ന് പറയുന്നു. പിന്നീട് അത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചിറകുകളൊക്കെ മാറ്റി ഇത് എയർലിഫ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ അതിനും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. എയർലിഫ്റ്റൊക്കെ പിന്നീട് അവസാന ഘട്ടത്തിലേക്കാണ് അവർ മാറ്റിവെക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഈ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന പ്രഥമ പരിഗണനയിലില്ല എന്നുള്ളതാണ് വരുന്ന വാർത്തകളൊക്കെ. ഇത് തിരുവനന്തപുരത്ത് തന്നെ ഇതിൻ്റെ അറ്റകുറ്റപ്പണിക്ക് അവർ ശ്രമിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇത് 3 സാധ്യതകളാണ് ഇപ്പോൾ ഇവർ പരിഗണിക്കുന്നത്. വിമാനത്താവളത്തിലെ പാർക്കിംഗ് ബേയിൽ വെച്ച് തകരാർ പരിഹരിക്കുക, അല്ലെങ്കിൽ എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റി അറ്റകുറ്റപ്പണി നടത്തുക. രണ്ടും സാധ്യമായില്ലെങ്കിൽ ചിറകുകൾ അഴിച്ചു മാറ്റി ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിൽ എയർലിഫ്റ്റ് ചെയ്യുക. എന്നീ 3 കാര്യങ്ങളിലേക്കാണ് ഇവർ ഈ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഒന്നുകിൽ ഇവിടെ തന്നെ ബേയിൽ വെച്ച് തന്നെ തകരാർ പരിഹരിച്ചിട്ട്, അല്ലെങ്കിൽ ഹാങ്ങറിൽ എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റിയിട്ട് അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുക. അതും നടന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ എയർ ലിഫ്റ്റിംഗ് ചെയ്യൂ എന്നുള്ളതാണ് വരുന്ന വാർത്തകൾ. വിമാനത്താവളത്തിലെ പാർക്കിംഗ്, ഹാൻഡ്ലിംഗ്, ലാൻഡിംഗ് ഫീസുകൾ ബ്രിട്ടീഷ് സേന അടയ്ക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു ഫീസൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളത് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ദിവസം കണ്ട് 20,000 രൂപയോ സംതിങ് ആണ് ഇത്ര ഈ ഒരു ഇതിൻ്റെ ഫീസ്, ഇതിൻ്റെ വാടകയായിട്ട് വരുന്നത്. ഇന്ത്യ അത് വേണ്ട എന്നാണ്. കാരണം ബ്രിട്ടനും ഇന്ത്യയായിട്ട് ഇപ്പോഴും ചില നയതന്ത്ര ബന്ധങ്ങളൊക്കെ നിലനിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിലാണ്. ഒരുപക്ഷേ ഒരിക്കൽ നമ്മളുടെ രാജ്യമൊക്കെ വന്ന് കുട്ടിച്ചോറാക്കാൻ ഭരിച്ചിരുന്ന ആൾക്ക് കൊടുക്കുന്ന നക്കാപ്പിച്ച വേണ്ട എന്നുള്ള തരത്തിലും വേണമെങ്കിൽ എടുക്കാം. ഏതായാലും സൈനിക വിമാനമായതുകൊണ്ടാണ് ഇളവുകൾ നൽകാനുള്ള ഇന്ത്യൻ സേനയുടെ ഈ ഒരു തീരുമാനം. അത്രയ്ക്ക് ഈ ഒരു തുകകൾക്ക് വേണ്ടി വലിയ നിർബന്ധമൊന്നും പിടിക്കാത്തതിന് കാരണം സൈനിക വിമാനമായതുകൊണ്ട് മാത്രമാണ്. ഏതായാലും ഈ കാര്യം അദാനി കമ്പനിയെയും രാജ്യം അറിയിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് വിദഗ്ധ സംഘം തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണിപ്പോൾ. വിമാനം നിർമ്മിച്ച ലോക്ഹീഡ് മാർട്ടിൻ്റെ എയറോനോട്ടിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ള 25 അംഗ സംഘമാണ് കേരളത്തിലെത്തുക. F-35Bയുടെ ചിറകുകൾ അഴിച്ചു മാറ്റിയ ശേഷം സൈനിക വിമാനത്തിൽ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനമെന്നും റിപ്പോർട്ടുണ്ട്. അറ്റ്ലസ് 400M ശ്രേണിയിൽ പെട്ടിട്ടുള്ള പ്രത്യേക വിമാനത്തിലാണ് ബ്രിട്ടീഷ് സംഘം ഇപ്പോൾ എത്തുന്നത്. ആദ്യം ഇവർ യുദ്ധവിമാനത്തെ തിരുവനന്തപുരം ചാക്കയിലെ എയർ ഇന്ത്യ ഹാങ്ങറിൽ വിമാനം എത്തിച്ച് തകരാർ പരിഹരിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. ഇതിനായിട്ട് ഇന്ത്യൻ അധികൃതർ അനുമതി നൽകി കഴിഞ്ഞു. ബ്രിട്ടീഷ് സംഘം ഒരാഴ്ചയോളം കേരളത്തിൽ തുടരും. യുദ്ധവിമാനത്തിൻ്റെ തകരാറ് പരിഹരിക്കാൻ അതെല്ലാം വീഡിയോയിൽ പകർത്തും. അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. സുരക്ഷാ ഭീഷണി അല്ലെങ്കിൽ സുരക്ഷാ കവചത്തിലാണ് എന്നുള്ളതും. ഇതിൽ മറ്റാരും ഈ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയോ ആരെയും അടുപ്പിക്കുകയോ ചെയ്യില്ല. വിവരങ്ങൾ ചോർച്ച
വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാനുള്ള കാര്യത്തിലൊക്കെയാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തുന്നത്. നമുക്ക് ഇവരുടെ ഒന്നും വേണ്ട, അതിനേക്കാളും വലിയ വലിയ ഐറ്റംസ് ഇന്ത്യയിലുള്ളപ്പോഴാണ് ഇവരുടെ ഈ സുരക്ഷ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഹാക്ക് ചെയ്ത് അടിച്ചിട്ടെന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇന്ത്യൻ സേന ഹാക്ക് ചെയ്ത് ഈ ബ്രിട്ടീഷ് വിമാനത്തെ അടിച്ചിട്ടെന്നുള്ള ഇതും കാര്യങ്ങളും വാർത്തകളും വരുന്നുണ്ട്. ഇത് ലോക്ക് ചെയ്തിട്ടുള്ളതാണെന്ന് പറയുന്നത് കേട്ടു ഇന്ത്യ സിസ്റ്റവുമായിട്ട്. ഇത് അൺലോക്ക് ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഇത് പറക്കാൻ പറ്റാത്തത് എന്നുള്ളത്. എന്നാൽ അതേസമയം നമ്മുടെ സാങ്കേതിക വിദഗ്ധരെ ഇതിനകത്തേക്ക് അടുപ്പിക്കാതെയും ഇവർ ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും അവർ തന്നെ എടുത്ത് അവർ തന്നെ തകരാറ് സംഭവിച്ച് സാധനം കൊണ്ടുപോയാൽ മതി, OLX ഇട്ടിട്ട് പോലും ആർക്കും വേണ്ടാണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷ് വ്യോമസേനയുടെ 4 എഞ്ചിൻ ടർബോ പ്രോപ്പ് എയർബസ് A400M അറ്റ്ലസ് എന്നിവയാണ് തിരുവനന്തപുരത്തേക്ക് ഇറക്കുക. ലണ്ടന് 121 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറുള്ള ബ്രൈസ് നോർട്ടൺ എയർബേസിൽ നിന്ന് ഇന്നലെ ആണ് വൈകുന്നേരത്തോടെ 5:26-ന് ടേക്ക് ഓഫ് ചെയ്ത അറ്റ്ലസ് 5 മണിക്കൂർ 26 മിനിറ്റ് പറന്ന് 3348 കിലോമീറ്റർ അകലെ മെഡിറ്ററേനിയൻ സമുദ്രത്തിലെ സൈപ്രസ് ദ്വീപിൻ്റെ തെക്കേ മൂലയ്ക്കുള്ള ആക്രട്ടീരി എയർബേസിൽ ഇറങ്ങിയെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇന്ധനം നിറയ്ക്കാനും പൈലറ്റുമാർക്ക് വിശ്രമത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ അവിടെ ഇറങ്ങിയത്. ഇനി വീണ്ടും അവിടെ നിന്നും ഇന്ത്യയിലേക്ക് തിരിക്കും എന്നുള്ളതാണ്. ഏകദേശം 8 മണിക്കൂർ യാത്രയാണ് ഇനി ബാക്കി നിൽക്കുന്നത്. ഇനി ഈ വിദഗ്ധരും സംവിധാനം തിരുവനന്തപുരത്ത് എത്തിയാൽ F-35B ശരിയാക്കാൻ ദിവസങ്ങൾ എടുക്കും എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഏതായാലും നന്നാക്കാൻ കഴിയുമെന്നാണ് ബ്രിട്ടീഷ് സേന പറയുന്നത്. ഈ വിമാനം നന്നാക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. ബ്രൈസ് നോർട്ടൺ എയർബേസ് തന്നെയാണ് ബ്രിട്ടൻ്റെ പക്കലുള്ള 8 C-17 ഗ്ലോബ് മാസ്റ്റർ കഴുത്ത് വിമാനങ്ങളുടെയും താവളം. F-35B വിമാനം നന്നാക്കാനാവാത്ത അവസ്ഥയിൽ ചിറകും വാലും ഒക്കെ അഴിച്ചു മാറ്റിക്കൊണ്ട് അതൊരു C-17 എന്ന ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലേക്ക് എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് ശ്രമം. എന്തായാലും 3 കാര്യങ്ങളാണ്. ആദ്യം ഒന്ന് തകരാറൊക്കെ പരിഹരിച്ച് എന്താണെന്നുള്ളത് നോക്കുക. അവർ മാക്സിമം ശ്രമിക്കുക, ഇല്ലെങ്കിൽ മാത്രമേ ഈ എയർലിഫ്റ്റ് ചെയ്യത്തുള്ളൂ. അത് കാരണം ഈ പറയുന്നത് പോലെ ചെറിയൊരു കാര്യമല്ല, അത് അവർക്ക് സാധിക്കുമോ എന്നുള്ളത് തന്നെ അറിയില്ല. അവസാനം ആക്രിയായിട്ട് ഇതിവിടെ കിടക്കുമോ എന്നുള്ളതും അറിയില്ല. ഇവർ പറയുന്നതാണ് എല്ലാം ശരിയാകും എന്നുള്ളത്. ഏതായാലും യുദ്ധവിമാനത്തെ ഗ്ലോബ് മാസ്റ്ററിൽ കയറ്റണമെങ്കിൽ ചിറകുകൾ അഴിച്ചു മാറ്റേണ്ടി വരും. 14 മീറ്റർ നീളവും 11 മീറ്റർ ചിറകു വിസ്താരവുമാണ് F-35B വിമാനത്തിനുള്ളത്. ഈ പ്രക്രിയ ചെയ്യാൻ വിമാന നിർമ്മാണ കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിൻ പരിശീലിപ്പിച്ച എഞ്ചിനീയർമാർക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. വിമാനഭാഗങ്ങൾ അഴിച്ചു മാറ്റുമ്പോൾ ബ്രിട്ടീഷ് സൈന്യം സൂക്ഷ്മമായി നിരീക്ഷിക്കും, റെക്കോർഡും ചെയ്യും. 2019-ൽ അമേരിക്കയിലെ F-35 വിമാനത്തിൻ്റെ ചിറക് അഴിച്ചുമാറ്റി വ്യോമമാർഗം കൊണ്ടുപോയിട്ടുണ്ടെന്നും പറയുന്നു. ഏതായാലും ഇതിന് വേണ്ടിയിട്ട് എല്ലാ മാർഗങ്ങളും ഇപ്പോൾ ബ്രിട്ടീഷ് സേന നാവികസേനയൊക്കെ ഇതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ദിവസം സൂക്ഷിച്ചതിനും സംരക്ഷിച്ചതിനും ഒന്നും ഫീസൊന്നും പൂർണ്ണമായും നൽകി കൊണ്ടുപോകും എന്നാണ് അവർ പറയുന്നതെങ്കിൽ നമ്മൾക്കത് ആവശ്യമില്ല എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. വിമാനത്തിൻ്റെ സാങ്കേതിക വിദ്യ അമേരിക്ക മറ്റു രാജ്യങ്ങൾക്ക് കൈമാറാത്തതാണ് അറ്റകുറ്റപ്പണിക്ക് കാലതാമസം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ എന്ന് തന്നെ നമ്മുടെ പ്രഗത്ഭരായിട്ടുള്ള എഞ്ചിനീയർമാരും അല്ലെങ്കിൽ സാങ്കേതിക വിദഗ്ധർ ഇവിടെ ഉണ്ടായിരുന്നു, അവർ ഒരുപക്ഷെ ഇതൊക്കെ ശരിയാക്കി കൊണ്ടുപോയേനെ. ഒരിക്കലും സാങ്കേതിക വിദ്യ മറ്റുള്ള രാജ്യങ്ങൾക്ക് അവർ കൈമാറില്ല എന്നുള്ള അവരുടെ കർശന നിലപാടോ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ നിലപാടായിരിക്കാം. ഏതായാലും ഇതിനിടയ്ക്ക് വരുന്ന കമൻറ്റുകളിലും നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അത് വലിയ പ്രശ്നങ്ങൾ ഉളവാക്കുന്നതല്ല. എന്തായാലും ഇതിൽ ഒരാൾ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലണ്ടൊന്നും നമ്മുടെ ശത്രുരാജ്യമല്ല പക്ഷേ അവർ എന്തോ അന്വേഷിക്കുന്നത് പോലെയാണ് ഇതിന് തോന്നുന്നത്. കാരണം 4 ചിഹ്നത്തിൽ ബോട്ട് ഒളിപ്പിച്ചതുപോലെയാണ് വിമാനം ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ബോണ്ട് ഇതുപോലെ തകരാറ് പരിഹരിക്കാൻ ടെക്നീഷ്യനായി പലയിടത്തും പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യയുടെ മിസൈൽ ടെക്നോളജിയോ DRDAയുടെ മിസൈലുകൾ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസിയോ ചോർത്താനാണോ എന്നുള്ളതും സംശയാസ്പദമായിരിക്കുന്നു. ആദ്യം ഇന്ധനമില്ല എന്ന് പറഞ്ഞു, പിന്നെ കേട്ടു ഹൈഡ്രോളിക് ഇതിനാണ് പ്രശ്നമെന്ന്. അഴിച്ചുകൊണ്ടു പോകാതെ ഇവിടെ ഇട്ട് പണിയുമ്പോൾ ലോക്ഹീഡ് മാർട്ടിൻ ടെക്നീഷ്യന്മാർക്ക് എന്തുമാകാമല്ലോ. ഈ സ്റ്റെൽത്ത് ഫൈറ്ററിന് റഡാർ സിഗ്നേച്ചറുകളെ അബ്സോർബ് ചെയ്യാനും കഴിയുന്നവയാണ്. മറ്റു പലതും നടക്കും, നമ്മൾ മണ്ടന്മാരാകരുത് എന്നുള്ളൊരു കമൻറ്റ് ഇതിനകത്ത് വന്നു. പക്ഷേ ഇതൊക്കെ വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. കാരണം ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ദിവസങ്ങൾ ഏറെ നിൽക്കുന്ന ഒരു നാവികസേന വിമാനം, അതും ബ്രിട്ടൻ്റെ, നമ്മൾ ഇംഗ്ലണ്ടൊന്നും നമ്മുടെ ശത്രു അല്ലെങ്കിലും നിലവിലല്ലെങ്കിലും ഒരു പക്ഷേ നമുക്കറിയാം ട്രംപ് സ്വീകരിച്ച ഈ ഇന്ത്യ പാക് സംഘർഷത്തിലും ഓപ്പറേഷൻ സിന്ദൂറിലും ഒക്കെ ട്രംപ് സ്വീകരിച്ച ചില നിലപാടുകളും
പാകിസ്ഥാനോടുള്ള ചില അഭേദ്യമായ ട്രംപിൻ്റെ ബന്ധമൊക്കെ നമ്മൾ നോക്കേണ്ടത് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഒരു അത് അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള ഫ്ലൈറ്റ് ജെറ്റ് ഇത്തരത്തിൽ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അവർക്കത് സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാതെ എത്രയും വേഗം എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യേണ്ടതെന്ന്, പരിഹരിച്ച് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അതൊക്കെ കാലതാമസം വരുത്തുന്നത് മറ്റെന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം. ഏതായാലും അത്തരത്തിലുള്ള ഒരാൾ അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഏതായാലും അതങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ. എന്തായാലും OLXന് പോലും വേണ്ടാത്ത, OLXൽ ഒരാൾക്ക് പോലും വേണ്ടാത്ത, ആക്രിക്ക് പോലും വേണ്ടാത്ത ഒരുപക്ഷെ ഈ വിമാനം എത്രയും വേഗം ഇവിടുന്ന് കൊണ്ടുപോട്ടെ അല്ലേ, അത്രയും നമുക്ക് ആശിക്കാം. എന്തായാലും ഇത് എയർലിഫ്റ്റ് ചെയ്യാനൊക്കെ വളരെ പ്രയാസമായിരിക്കും. സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാനുള്ള ശ്രമം തുടരട്ടെ.